നികുതി മേഖലയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് പ്രശസ്ത ടാക്സ് കൺസൾട്ടന്റ് ജോസഫ് വർഗീസ് മറുപടി പറയുന്നു. സാധാരണ നികുതിദായകരെ സംബന്ധിച്ചിടത്തോളം TDS അഥവാ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് അല്ലെങ്കിൽ ഉത്ഭവസ്ഥാനത്ത് നിന്നുള്ള നികുതി കിഴിവ് ഒരു പേടി സ്വപ്നം തന്നെയാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് TDS എന്ന് പറയുന്നത് അന്തിമമായ ഒരു നികുതി നിർണയ പ്രക്രിയ അല്ല. തൽക്കാലം അഡ്ഹോക്കായിട്ട്, അതായത് ഉദ്ദേശം വെച്ചുകൊണ്ട് ഗവൺമെൻറ് ഇന്ന പേയ്മെൻറ്റ്സിൽ നിന്ന് TDS പിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദായ നികുതി നിയമത്തിലെ ചാപ്റ്റർ 17 പ്രകാരമാണ് ഈ TDS സംബന്ധിച്ചിട്ടുള്ള പ്രൊവിഷൻസ് ഉള്ളത്. അപ്പോൾ ഈ TDSനെ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷത്തിൽ നമുക്കുള്ള മൊത്തം നികുതി ബാധ്യത കണക്കാക്കി അതിൽ കൂടുതലാണ് TDS എങ്കിൽ റിട്ടേൺ സമർപ്പിച്ച് നമുക്ക് റീഫണ്ട് വാങ്ങാം. ഇപ്പോൾ ഈയിടെയായിട്ട് വളരെ എളുപ്പത്തിൽ റീഫണ്ട് നൽകുന്നുണ്ട്. ഡയറക്റ്റായിട്ട് ബാങ്കിലേക്ക് തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ക്രെഡിറ്റ് നൽകുന്നുണ്ട്. അഥവാ ഇനി നമ്മുടെ നികുതി ബാധ്യതയാണ് കൂടുതലെങ്കിൽ, TDSനേക്കാൾ കൂടുതലെങ്കിൽ ആ ഡിഫറൻസ് ഉള്ള എമൗണ്ട് മാത്രം അടച്ച് നിങ്ങൾക്ക് നികുതി റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കും. ഈ അവസരത്തിൽ ഇതിനെപ്പറ്റി ധാരാളം തെറ്റിദ്ധാരണകളുണ്ട് എന്നുള്ളതിന് തെളിവാണ് ശ്രീ ബേബി ജോൺ തിരുവനന്തപുരത്ത് നിന്ന് അയച്ചിരിക്കുന്ന സന്ദേശം. അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ ഭാര്യയുടെ പേരിൽ അദ്ദേഹത്തിന് ഫാമിലി പെൻഷൻ, കുടുംബ പെൻഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈയിടെയായിട്ട് ഒരു കുടിശ്ശികയായിട്ട് വലിയൊരു തുക വരുന്നു എന്ന് അറിയിപ്പ് കിട്ടി. അതനുസരിച്ച് അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ഇതിന് TDS ബാധ്യതയുണ്ട് എന്ന്. അല്പജ്ഞാനം അപകടകരം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്നുള്ളതിന് തെളിവാണ് ഫാമിലി പെൻഷനിൽ നിന്നും TDS പിടിക്കണമെന്ന് ആരാണോ ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞതിനുള്ള തെളിവാണത്. ഈ ആദായ നികുതി നിയമത്തിലെ ചാപ്റ്റർ 17 പ്രകാരം സെക്ഷൻ 192 പ്രകാരമുള്ളത് ശമ്പളത്തിൽ നിന്നുള്ള TDS ആണ്. സെക്ഷൻ 194A എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിൽ നിന്നുള്ള TDS ആണ്. അതിൽ ബാങ്ക് ഇൻട്രസ്റ്റും ഉൾപ്പെടുന്നു. സെക്ഷൻ 194B എന്ന് പറയുന്നത് വിന്നിങ്സ് ഫ്രം ലോട്ടറി ഓർ ക്രോസ്വേർഡ് പസിൽസ് ആണ്. ഇനി 194C എന്ന് പറയുന്നത് പേയ്മെൻറ്റ്സ് ടു കോൺട്രാക്ടേഴ്സ് ആൻഡ് സബ് കോൺട്രാക്ടേഴ്സ് ആണ്. 194D എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്മീഷൻ എന്നുള്ള ഡിഡക്ഷനാണ്. 194H എന്നുള്ളത് കമ്മീഷൻ ഓർ ബ്രോക്കറേജ്, അതായത് ഇൻഷുറൻസ് കമ്മീഷൻ അല്ലാത്ത കമ്മീഷൻ അഥവാ ബ്രോക്കറേജ് ആണ്. 194I എന്ന് പറയുന്നത് വാടകയിൽ നിന്നുള്ള നികുതി കിഴിവിനുള്ളതാണ്. 194J എന്നുള്ളത് പ്രൊഫഷണൽ ഓർ ടെക്നിക്കൽ സർവീസിന് വേണ്ടിയുള്ള ഫീ കൊടുക്കുമ്പോഴാണ്. ഇങ്ങനെ ഇരിക്കെ വ്യക്തമായിട്ട് വളരെ ചാപ്റ്റർ 17 വ്യക്തമായിട്ട് ഇന്ന പേയ്മെൻറ്റ്സിന് നിന്ന് മാത്രം TDS പിടിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിൽ ഒരിടത്ത് പോലും ഫാമിലി പെൻഷനെ പറ്റി പറഞ്ഞിട്ടില്ല. യു കനോട്ട് റീഡ് എനിത്തിങ് ഇൻ ടു ദ ആക്ട്. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിയമത്തിലേക്ക് എന്തെങ്കിലും എഴുതി ചേർക്കാനോ എഴുതി വായിക്കാനോ അനുവാദമില്ല എന്നുള്ള തത്വത്തിന് എതിരാണ് ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്ന ന്യായം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അദ്ദേഹത്തോട് ആവശ്യപ്പെടാം, നിങ്ങൾ ഇത് എഴുതി തരിക, ഈ അരിയേഴ്സിൽ നിന്ന് ഇത്ര രൂപ ഞാൻ TDS പിടിക്കും, അത് ഏത് സെക്ഷൻ പ്രകാരമാണെന്ന് നിങ്ങൾ കാണിച്ച് എഴുതി തരാൻ പറഞ്ഞാൽ ഞാൻ ഉറപ്പ് നൽകുന്നു അദ്ദേഹം അത് എഴുതി തരുന്നതല്ല. അപ്പം നിങ്ങളുടെ മുമ്പിലുള്ള ഏക മാർഗം ഇത് മാത്രമാണ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നിങ്ങളുടെ അഡ്രസ്സിൻ്റെ നിങ്ങളുടെ ജൂറിസ്ഡിക്ഷനുള്ള ഇൻകം ടാക്സ് ഓഫീസിലെ ഇൻകം ടാക്സ് ഓഫീസർ TDS ആയിട്ട് ബന്ധപ്പെടുക. അദ്ദേഹത്തിന് ഇതായിട്ട് പരാതിയായിട്ട് നൽകുക. വേണ്ട മാർഗനിർദ്ദേശം ഈ ഉദ്യോഗസ്ഥന് അദ്ദേഹം നൽകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അവിടെയും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എങ്കിൽ ഇൻകം ടാക്സ് കമ്മീഷണറെ സമീപിക്കാം. അല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ ഓംബഡ്സ്മാൻ ഉണ്ട്, അവിടെ ഇത് എഴുതി കൊടുക്കാം. അവരും തീർച്ചയായിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു പാനിനെ സംബന്ധിച്ചിടത്തോളം ചില തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിൽ വിട്ടുപോയൊരു കാര്യമുണ്ട്, അതും കൂടെ പറഞ്ഞ് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. അല്ലേ, ഈ നമ്മൾ പാൻ ഇപ്പോൾ ഒരു ബാങ്ക് ഡെപ്പോസിറ്റിൽ നിന്നുള്ള ഇൻട്രസ്റ്റിന് പാൻ നൽകിയില്ലെങ്കിൽ 10% എന്നുള്ളത് 20% നിരക്കിൽ പിടിക്കണമെന്നാണ് നിയമം. അപ്പോൾ പാൻ നൽകാത്ത ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഇന്ന് 20% നികുതി പിടിക്കണം. അപ്പോൾ ചില ബാങ്ക്, എല്ലാവരും ഞാൻ പറയുന്നില്ല, ചില ബാങ്ക് എംപ്ലോയീസോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരോ അവരുടെ റിലേറ്റീവ്സിൻ്റെ പാൻ ഇതിന് പകരം നൽകിയിട്ട്, പാൻ നൽകാത്തവർക്ക് പകരം
റിലേറ്റീവ്സിൻ്റെ പാൻ നൽകി, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ പാൻ നൽകിയിട്ട് 10% നിരക്കിൽ TDS പിടിക്കുന്നു. എന്നിട്ട് ഈ പറയുന്ന പാൻ ഉടമയെ കൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യിച്ച് റീഫണ്ട് മേടിക്കുന്നു എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിൽ പലരുടെയും ശ്രദ്ധയിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ TDSനെ പറ്റി ഭയപ്പെടേണ്ട, അതേസമയം നിങ്ങളുടെ പാൻ തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിലും ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ നൽകാനും കൂടെ ശ്രദ്ധിക്കുക.